പോയി അടിച്ചു വാരി വൃത്തിയാക്കാറുണ്ട്. അല്ല, ആദ്യത്തെ വരാറുണ്ട് മോളെ. എപ്പോഴെങ്കിലും ഒക്കെ വരാറുണ്ട്. ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം. ആയിക്കോട്ടെ രാമേട്ടാ, വരുമ്പോഴേക്ക് ഞാൻ ചായ ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പൊ വീട്ടിലെ ചെലവൊക്കെ എങ്ങനെയാ നടക്കുന്നത്? ഞാൻ തൊഴിലുറപ്പിന് പോകണ്ട് രാമേട്ടാ. അതെന്തായാലും രാമേട്ടന് നല്ല ക്ഷീണുണ്ട്. 15 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നോണ്ട് തോന്നാവൂലേ? ആ, രാമേട്ടന്റെ ജീവിതം ഇങ്ങനെ തീരട്ടെ മോളെ. രാമേട്ടാ, ചായ കുടിക്കും. ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. രാമേട്ടൻ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ? ഇല്ല മോളെ, ഇന്നിനി വരിക. കൊല്ലെത്രയായി സുഖമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് അറിയുക. ശരി, രാമേട്ടൻ ഇവിടെ കിടക്കണ്ട കേട്ടോ, അകത്തേക്ക് കിടന്നോളൂ. ഉറക്കം വരുമ്പോ കിടന്നോളാം മോളെ. മോള് പോയി നിസ്കരിച്ചോ. തളിരും ചുണ്ടിൽ കൊഞ്ഞക്കൂമ്പിളി കുസൃതി വിരിഞ്ഞു. ഓ, പിന്നെയും മറന്നു, നാളെ സ്കൂളിൽ ചൊല്ലിക്കൊടുക്കാനുള്ളതാ. കുഞ്ഞുമോന്റെ തളിരും ചുണ്ടിൽ കൊഞ്ഞക്കൂമ്പിളി കുസൃതി വിരിഞ്ഞു. ചുറ്റിയിൽ പല്ലമർത്തിയൻ തോളിൽ കൊച്ചു പൂവിൻ പടങ്ങൾ വരഞ്ഞു. പിച്ച വെച്ചു പിരണ്ടോടി വീണ് തച്ചനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു. നിൽക്കുമോമന കണ്ണ നീ നിൽക്കൂ, അച്ഛനെ തട്ടെ. കുഞ്ഞുമോന്റെ തളിരും ചുണ്ടിൽ കൊഞ്ഞക്കൂമ്പിളി കുസൃതി വിരിഞ്ഞു. എന്റെ ഉമ്മ, ഇതൊന്ന് കാണാതെ പഠിച്ചോട്ടെ, അത് നിങ്ങളെ സൗണ്ട് ഒന്ന് കുറയ്ക്കും. കുഞ്ഞുമോന്റെ തളിരും ചുണ്ടിൽ കൊഞ്ഞക്കൂമ്പിളി കുസൃതി വിരിഞ്ഞു. ചുറ്റുളി പല്ലമർത്തിയൻ തോളിൽ കൊച്ചു പൂവിൻ പടങ്ങൾ വരഞ്ഞു. പിച്ച വെച്ചു പിരണ്ടോടി വീണ് തച്ചനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു. നിൽക്കുമോമന കണ്ണ നീ നിൽക്കൂ. ചായ വേണോ? വേണ്ട, ചന്തേത് രാമനെ കണ്ട് മോൻ വാങ്ങി തന്നെ. എന്നിട്ട് രാമേട്ടൻ എന്തേ? എന്നിട്ടും വൈകുന്നേരം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ. അപ്പിതാ, തല എവിടേക്ക് വെച്ചാ? ഈ പെണ്ണിന്റെ തല എത്രയാ പേന്. നിങ്ങളൊന്ന് പോയാനിമ്മ, കൊറേ പഠിക്കാനുണ്ട്. ഈ പെണ്ണ് ഒന്നിനെ സമ്മതിക്കൂല. എന്താ മോളെ, എന്താ എന്റെ കുട്ടിക്ക് വേണ്ടേ? അടുത്ത ആഴ്ച ഞങ്ങൾ സ്കൂളിൽ ടൂർ പോകുന്നുണ്ട്. അതിനെന്താ? എനിക്കും പോണം, എന്റെ കൂട്ടുകാരികളൊക്കെ പോകുന്നുണ്ട്. എന്റെ ഇപ്പൊ പൈസ ഇല്ല മോളെ, എന്റെ കുട്ടിക്ക് അടുത്തൊല്ലം പോകാം. ഉപ്പ, അടുത്ത പ്രാവശ്യം ഞാൻ 8ാം ക്ലാസ് വേറെ സ്കൂളിലാവൂലേ? അത് ശരിയല്ലോ. എത്ര ഉറുപ്പ്യ വേണ്ടി ടൂറിന്?
അല്ലോ 2500? എവിടുന്നാ മോളെ 2500 റുപ്യ കിട്ടുക? 10 100 ആണെങ്കിൽ ഞാൻ തരാം. എല്ലാത്തിനും പൈസ ഉണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ. എൻ്റെ ഉമ്മ നിങ്ങളും കണക്കാ. എൻ്റെ ഉപ്പച്ചി ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പൈസ തരുമായിരുന്നു. മോളെ എന്റെ കുട്ടി ചൂട് കിട്ടുമോ? ആരോടെങ്കിലും കമ്മില്ല. വേണ്ട, ഞാൻ പോണില്ല. എൻ്റെ കൂട്ടുകാരികളെല്ലാവരും പോണോണ്ട് ചോദിച്ചതാ. പിണങ്ങല്ല എൻ്റെ മോളെ. അടുത്ത ആഴ്ച ടൂറ് പോകണം. ഉപ്പൂപ്പ പൈസ തരാം. എൻ്റെ കുട്ടി ഇപ്പം പഠിച്ചോ. മോളെ ആയിഷ, കുറച്ച് വെള്ളം കാട്ടിയാ വല്ലാത്ത ഇടങ്ങാറ്. വെള്ളം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഈ വെയിൽ ആറിയിട്ട് പോന്നാ പോരാ. ആയിഷ, മോളെ കേട്ടാ പോയി? എന്റെ കുട്ടീനൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓള് സ്കൂളിൽ പോയി. പോയോ? നന്നായി. ഓള് ടൂറ് പോകാൻ വേണ്ടി എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് കൊടുന്ന കായ് 2500 റുപ്യോട് ചോദിച്ചത്. ആരോടെങ്കിലും വാങ്ങിത്തരാന്ന് പറഞ്ഞതിന്റെ രക്ഷ ഓക്ക് സമാധാനമായത്. രാത്രി കൊറേ നേരം അതിനെ കുറിച്ച് തന്നെ സംസാരിച്ചത് ഓള്. എത്ര പറഞ്ഞിട്ട് ഓള് കേക്കണില്ല. അടുത്ത പ്രാവശ്യം പോവാന്ന് പറഞ്ഞിട്ട്. ചെറിയ കുട്ടികളല്ല ആയിച്ച, അയിറ്റൊക്കെ അറിയോ നമ്മളെ കയ്യിൽ കായില്ലാത്തത്. ഇന്ന് നിലയും വിളിയും കൂട്ടിട്ട് അവള് സ്കൂളിലേക്ക് പോയത്. ആരോടെങ്കിലും വാങ്ങി കൊടുക്കണം. ഇല്ലാത്ത കുട്ടിയല്ല ആയിച്ച. ഉപ്പച്ചിയെ കടം വാങ്ങി കൊടുത്തിട്ട് ആ കടം വീട്ടാൻ വേറെ കായ് വാങ്ങി കൊടുക്കണ്ടേ? രാമനെ കണ്ടിട്ട് 2 ദിവസമായി. ഇതിലെങ്ങാനും പോണേ കണ്ടെന്ന് വെച്ച്. രാമേട്ടൻ മിഞ്ഞാന്ന് പോയത് നാട്ടിലേക്ക് അമ്മന്റെ ആണ്ടിനെ. എന്തിനാ ഉപ്പച്ചിയെ ഇപ്പൊ രാമേട്ടന്? ഒന്നുമില്ല, ഓനെ കാണാത്തോണ്ട് ചോദിച്ചതാ. രാമേട്ടന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാനാണോ? എത്ര പ്രാവശ്യം വാങ്ങിയണേ? അതൊന്നും കൊടുക്കാതെ ഇനി വാങ്ങിക്ക? അല്ലാണ്ട് എന്താ ചെയ്യാ? നമ്മളെ തെങ്ങ് രാമന് പാട്ടത്തിന് കൊടുത്തതല്ലേ. കുറച്ച് പൈസ തരുമോന്ന് ചോദിച്ചു നോക്കാം. വേറെ ആരും അല്ലല്ലോ, നിന്റെ ചങ്ങായി അല്ലേ. അത് വേണോ? ചോദിച്ചു നോക്കാം. പോയാ ഒരു വാക്കല്ല ആയിഷ, കിട്ടിയാലോ? ഇത് ബേജാറാണ്ട. ഓന്റെ കൈ കായില്ലേ ഓൻ തരും. നിന്റെ വിഷമം നന്നായിട്ട് ഓനറിയാം. അല്ലാ,
നല്ല മൂപ്പൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഉപ്പച്ചിയെ മുറത്തുനിന്നെടുത്ത് തിന്നണോ? ഒന്ന് ഇരിഞ്ഞെടുത്ത് തിന്നൂടെ? അത് ശരി, വല്ലാതെ കോളായിപ്പോയല്ലോ. രാമന്റെ തൊടി പോയിട്ട് തോട്ടിട്ടിട്ടുണ്ടോ? നിനക്കൊന്ന് തിന്നൂടെ? അതല്ല, ഈ ചക്കവളഞ്ഞൊക്കെ എന്റെ കൈമലാക്കി ഞാൻ ഇരിഞ്ഞിട്ടല്ലേ. അതല്ല, കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടാവും. എന്താണ്ട് വേഗം ഇങ്ങോട്ട് അരിഞ്ഞോടി. ഇന്ന് മോക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. അവള് വന്നാൽ അറിയാലോ, നമ്മളെ രണ്ടാളെ തിന്നാളെ വിശപ്പുണ്ടാവും അവക്ക്. അല്ലപ്പോ സ്കൂളിൽ ചോറില്ലേ? നാളെ സ്കൂളിൽ ചോറ് പോവില്ലേ ഉപ്പച്ചിയെ? അപ്പൊ ഉച്ചക്ക് വിടല്ലേ, അപ്പൊ ചോറുണ്ടാവോ? അത് ശരിയാണ്. വേഗം നോക്ക്, കുട്ടി വരുമ്പോത്തിനെ നമുക്ക് കൂട്ടാണ്ടാക്കാം. രാമൻ വരാന്ന് പറഞ്ഞിട്ട് ഓനും കാണില്ലല്ലോ. പൈസ കിട്ടിയ ഉപ്പച്ചിയെ? അതിനെന്നെ രാമൻ വരുമ്പോ തരാന്ന് പറഞ്ഞേനി. അല്ല ഐഷ, രാമന് കൊടുക്കാൻ ചായ ഉണ്ടോ ഇവിടെ? കട്ടൻ ചായ മാത്രമേ ഉപ്പച്ചിയെ, കടിയൊന്നും ഇല്ല. അത് മതി, ഓ മധുരടാത്ത കട്ടൻ ചായന്റെ ആളല്ലേ. ആ പഹയനങ്ങട്ട് കാണാനും ഇല്ലല്ലോ. വന്നോളൂ ഉപ്പച്ചിയെ, ആ പേപ്പർ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ശരിയാ, സുബൈക്ക് പേപ്പർ മുഴുവൻ നോക്കാതെ ഒരു തുള്ളി വെള്ളവും കുടിക്കില്ല. ഞാൻ പറഞ്ഞതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്ത് പറയാനാ രാമ, എല്ലാം തീരുമാനിക്കേണ്ടത് ആയിഷയല്ലേ. ആയിഷാനോട് ഞാൻ പറഞ്ഞോളാം. മൂസാന്റെ അഭിപ്രായം ആദ്യം പറയും. അതിപ്പോ എന്റെ കുട്ടിക്ക് നല്ലൊരു കാര്യം വരുമ്പോ ഞാൻ എങ്ങനെ രാമ തടസ്സം നിൽക്കാം? അത് തന്നെയാണ് മൂസ ഞാനും പറഞ്ഞത്. രാമ, ഓന്റെ സ്വഭാവമാണ് ഇത്. എടോ, അതൊക്കെ പെണ്ണ് കെട്ടിയാ ശരിയായിക്കോ. അത് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല രാമ. ഓൻ ചെറുപ്പത്തിൽ തുടങ്ങിയ ഇന്നാട്ടില് ആരാ ഓനെ പറ്റി നല്ലത് പറയുന്നത്? ഞാനും നിലവാനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാല് കള്ളുടി നിർത്താണ് എന്നോട് സത്യം ചെയ്തു. ഓന്റെ സത്യല്ലേ എനിക്ക് കേൾക്കണ്ട. നായിന്റെ പാല് വേണമെങ്കിൽ നീളും, ഓന്റെ വാക്ക് ഒക്കെ ശരിയാവും. ഞാൻ പറഞ്ഞ് ശരിയാക്കാം. പിന്നെ ആരുമില്ലാണ്ട് വളർന്നതല്ലേ, കൂടെ ഒരാളുണ്ടാവുമ്പോ എല്ലാം ശരിയാവും. രാമ, ഇന്നേക്കാളും എന്റെ മോളെ ഇജ്ജാണ് വളർത്തിയത്. എന്റെ മോളെ അനക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഇതുവരെ വളർത്താൻ നിൽക്കില്ല. ഇനി നിൽക്കൂല. മൂസേ, ആയിഷ നിന്റെ കൂടെ മോള് തന്നെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. ഒന്നാലോചിക്കുമ്പോ ശരിയാണ്, ഞമ്മക്ക് രണ്ടാക്കും വയസ്സായി. എപ്പോഴാണ് കണ്ണടക്കണമെന്ന് ഒരു പിടിയില്ല. ആയിഷാൻ ആരെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിച്ചാൽ സമാധാനായിട്ട്. മൂസേ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, അത്രയല്ലുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം മൂസാന്റെ ഒരാഗ്രഹം കൂടി സാധിച്ചു തരാൻ. അതെന്താ രാമ, ഇനിയും വേറൊരു വിഷയം? അതൊക്കെ ഉണ്ട് മൂസേ. ആദ്യം ഈ ബാധ്യത തീരട്ടെ, എന്നിട്ട് വേണം നീ കാലങ്ങളായി ആഗ്രഹിച്ച ആ കാര്യം സാധിച്ചു തരാൻ. ഹജ്ജിന് പോണ കാര്യമാണോ? അതെ, അനക്ക് ഹജ്ജിന് പോണ്ടേ? അന്റെ മനസ്സിലെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമല്ല അത്. അതൊന്നും നടക്കൂല രാമ. ആയിഷാന്റെ കല്യാണം നടത്താനുള്ള വലിയ ചെലവല്ലേ. അതൊക്കെ ഞാൻ ഏറ്റു. ആയിഷാന്റെ കല്യാണത്തിന്റെ പണ്ടവും പൈസയും എല്ലാം ഞാൻ കൊടുക്കും. അതിനെപ്പറ്റി എന്റെ മോശമല്ല. ആയിഷ എന്റെ കൂടി മോളാണ്. ഞാൻ പിന്നെ ആർക്ക് കൊടുക്കാനാണ്? കെട്ടിയ പെണ്ണ്
മറ്റൊരുത്തൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ എൻ്റെ എല്ലാം നീയായിരുന്നില്ലേ? ഒരുപാട് സമ്പത്ത്, അതൊക്കെ ആർക്കാണ്? എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ നിൽക്കുമ്പം എനിക്കെന്തിനാണ് ഇതൊക്കെ? എന്നാലും രാമ, ഒന്നും പറയണ്ട. ആയിഷാന്റെ കല്യാണം കഴിഞ്ഞാലുടനെ ഹജ്ജിന് പോകാനുള്ള അപേക്ഷ കൊടുക്കണം കേട്ടോ. എന്നാലും രാമ, ഞാൻ എന്താ പറയേണ്ടത്? കൂടപ്പറപ്പിലില്ലാത്ത സ്നേഹം. മതി മതി, നിർത്ത്. ആയിഷാന്റെ കല്യാണത്തിലേക്ക് വാ. ആയിഷാനോടൊന്ന് ചോദിച്ചു നോക്കണ്ടേ രാമ? ചോദിക്കണല്ലോ. അപ്പൊ ആയിഷാന്റെ മോളെന്താ ചെയ്യാ? ആയിഷാനെയും മോളെയും ഷമീർ നോക്കിക്കോളാന്നാ പറഞ്ഞേ. അതൊക്കെ ശരിയാവും രാമ. ആയിഷാന്റെ മോളിപ്പേ 7ാം ക്ലാസ്സിലാ പഠിക്കണേ. ഏതായാലും ആയിഷാനോടൊന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞാല് ഓൾ എതിർക്കില്ല. എന്നാലും അതല്ലല്ലോ അതിന്റെ ശരി. അവളെവിടില്ലേ? ഓളപ്പുറത്ത് തുണി അലക്കുണ്ട്. എന്നാലേ ഓളെ ഞാൻ വിളിച്ചോണ്ട് വരാം. ആയിഷ, മോളെ ആയിഷ. അള്ളാ, എല്ലാം നല്ല വഴിക്കാക്കി തരുന്നേ. മോളെ ആയിഷേ, എത്ര നേരായി ഞാൻ നിന്നെ വിളിക്കുന്നു. ഞാൻ അലക്കുന്ന രാമേട്ടാ. അത് മോളുണ്ടേ, ഓള് സ്കൂളിൽ പോയിട്ടാണ്. നീ അലക്ക് നിർത്ത്. ഒന്ന് വരാന്തയിലേക്ക് വാ. എനിക്കും വാപ്പയ്ക്കും നിന്നോടൊരു കാര്യം സംസാരിക്കാൻ. ഒന്ന് വാ. എന്താ രാമേട്ടാ? ഇവിടുന്ന് പറഞ്ഞോളെ, എനിക്ക് അലക്കും ചെയ്യാമല്ലോ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവൂല. വാപ്പ അവിടെ കൊലായിലുണ്ട്. ഈ അങ്ങോട്ട് വാ. രാമേട്ടൻ്റെ ഒരു കാര്യം, അലക്കിയിട്ട് വേണം കഞ്ഞി ഉണ്ടാക്കാൻ. എന്താ എന്താ ഉപ്പച്ചിയെ വിളിച്ചേ? എനിക്കിവിടെ ഒരുപാട് പണിയൊക്കെ എടുക്കാന്. എന്തിനാ വിളിച്ചേ? തിരക്കൂട്ടല്ല ആയിഷ. രാമ, ഇജന്നെ പറയൂ. മോളെ, എനിക്കും വാപ്പയ്ക്കും പ്രായം കൂടിക്കൂടി വരികയാണ്. ഇനി എത്ര കാലം എൻ്റെ കൂടെ ഉണ്ടാവും പറയാൻ പറ്റില്ല. എന്താ രാമേട്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമില്ല മോളെ, രാമൻ എനിക്കൊരു കല്യാണക്കാര്യം കൊണ്ടുവന്നു. ഉപ്പച്ചിയെ എൻ്റെ കുട്ടി അതിന് സമ്മതിക്കണം. എൻ്റെ കാലം കഴിഞ്ഞാലും എൻ്റെ കുട്ടിക്ക് ജീവിക്കണ്ടേ? ഇങ്ങക്ക് രണ്ടാക്കുന്നത് ഭ്രാന്തായോ? ഒന്നിനാത്തിന് പോകുന്ന മോളുണ്ട് എനിക്ക്. ഇപ്പൊ കല്യാണം വേണമെന്ന് ഞാൻ പറഞ്ഞോ? അതല്ല മോളെ, കെട്ടിയോ മരിച്ചുപോയേ എത്ര പെണ്ണുങ്ങൾ വേറെ കല്യാണം കഴിക്കുന്നുണ്ട്. രണ്ടാൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കല്യാണക്കാരൻ കൊണ്ടുവന്നിരിക്കണം. നീ അവിടെ നിൽക്കാഴ്ച, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ രാമേട്ടൻ തന്നെയാണോ ഈ പറയണത്? മോളെ, ഞങ്ങൾ പറയണതിൻ്റെ അർത്ഥം ഈ മനസ്സിലാക്കുക. നിന്റെ വാപ്പാന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് നോക്കറിയാലോ. വാപ്പ മരിക്കുന്നതിന് മുന്നേ ആ ആഗ്രഹം നടത്തി കൊടുക്കണ്ടേ? വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഹജ്ജിന് പോവുക എന്നുള്ളത്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞോ? ബാധ്യതകളൊക്കെ തീർത്താലല്ലേ മോളെ ഹജ്ജിന് പോകാൻ പറ്റൂ. അപ്പൊ ഞാനും എന്റെ മോളും ഉപ്പച്ചിക്ക് ഒരു ബാധ്യത ആയല്ലേ? എന്താ എൻ്റെ കുട്ടി പറയുന്നത്? അന്ന മയ്യത്താവും വരെ നോക്കാൻ പറ്റിയ ഒരാളുടെ ആലോചനയായിട്ട് വന്നതല്ലേ? ഉപ്പച്ചിയെ ഒന്നിനു മാത്രം പോകുന്നൊരു മോളുണ്ട് എനിക്ക്. അത് ഉപ്പച്ചി മറന്നു പോയോ? നിന്നെയും മോളെയും അയാൾ നോക്കാന്ന് പറഞ്ഞിട്ടല്ലേ രാമേട്ടനെ എന്നെ സമ്മതിച്ചത്. എന്നാലും എന്റെ രാമേട്ടാ, ചിന്തിച്ച് നോക്ക് ആയിഷ. ഇന്നോ നാളെയോ എന്ന് വെച്ച് കാത്തിരിക്കണേ. ഞങ്ങൾ ഉണ്ടാവുമോ നിന്റെ കൂടെ ഒന്നും? എനിക്കൊരു തീരുമാനം എടുക്കാൻ വയ്യ രാമേട്ടാ. നിങ്ങളെ രണ്ടാളെ തീരുമാനം എനിക്ക് മാറ്റി കളയാനും വയ്യ. എന്റെ കുട്ടീന്റെ ഭാവി ആലോചിക്കുമ്പോ
നീ ഒന്നും പറയണ്ട, ഞങ്ങൾ തീരുമാനിക്കും. നീ സമ്മതിച്ചാൽ മതി. എനിക്കൊരു തീരുമാനം ഇപ്പം പറയാൻ പറ്റില്ല. മോള് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. നാളെ രാവിലെ പറയണം. എനിക്കവന് ഉറപ്പ് കൊടുക്കാനുള്ള. ഇജ്ജി പോകല്ല ആയിഷ, ചെക്കൻ ആരാന്ന് നമുക്ക് അറിയണ്ടേ? മീൻകാരൻ ഷമീറാണ് പുയ്യാപ്പിള. ഉപ്പച്ചിയെ, ഇനി മോളെ കൊല്ലാനാണോ ആ കള്ളുടനെ ഏൽപ്പിക്കണത്? മോളെ, ഷമീർ കള്ളൂടിയല്ല നിർത്തി. നിനക്കറിയാലോ, പണ്ടേ അവന് നിന്നോട് ഇഷ്ടമാണെന്നുള്ളത്. ആ സ്നേഹം തിരിച്ചറിയാതിരിക്കാൻ പറ്റും നിനക്ക്. എന്നാലും രാമേട്ടാ, എന്റെ മോൾ അതിന് സമ്മതിക്കുവോ? ഓളോട് ഞാനും രാമനും ഈ വിഷയം പറഞ്ഞു. ഉമ്മാക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാതെ ഓള് പറഞ്ഞത്. അത് വേണോ ഉപ്പച്ചിയെ? ഉള്ള സമാധാനം ഇല്ലാതാക്കണോ? ഞാനും എന്റെ മോളും ഈ വീടിന്റെ ഏതെങ്കിലും മൂലയിൽ കഴിഞ്ഞോളാം. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മോളെ. ആബിദാനെ നമുക്ക് ടൗണിലെ ഒരു ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാം. നിന്റെ സമ്മതം മാത്രം അറിഞ്ഞാൽ മതി കല്യാണത്തിന്. രാമേട്ടാ, ഞാൻ എന്താ പറയാ, നിങ്ങൾ രണ്ടാളും പറഞ്ഞതിന്റെ അപ്പുറം ഞാൻ നടന്നിട്ടില്ല. എന്റെ ഉപ്പച്ചിനെക്കാളും പേടിയാണ് എനിക്ക് രാമേട്ടനെ. രാമേട്ടൻ നിന്റെ നല്ല ജീവിതം മാത്രമല്ലേ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്നിട്ടും ഇതും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടമാണെന്ന് നടന്നോട്ടെ. ഞാൻ കാരണം എന്റെ ഉപ്പച്ചിക്ക് അച്ഛന് പോവാതിരിക്കണ്ട. എന്നാലും എന്റെ മോള് അതൊക്കെ ഞാനും രാമനും പറഞ്ഞ് ശരിയാക്കിക്കോളാം. മറ്റന്നാൾ പള്ളി വെച്ച് നിക്കാഹ്, അടുത്ത മാസം 1-ാം തീയതി കല്യാണം. അങ്ങനെ ചെയ്യല്ലേ രാമ? അതൊക്കെ നമ്മൾ പറഞ്ഞ് തീരുമാനിച്ചല്ലേ മൂസ. എന്നാലാ ആഴ്ച പോയാലോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്നാലും എൻ്റെ കുട്ടി സമ്മതിച്ചല്ലോ, അത് മതി. രാമ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയാ. ആ, ഞാനത് പറയായിരിക്കായിരുന്നു. എന്നിട്ട് മാറ്റിക്കോ. നമുക്ക് പുറത്ത് പോയിട്ട് അച്ഛന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാം. ഈ കല്യാണം കഴിഞ്ഞിട്ട് പോരാ രാമ. അതൊക്കെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടക്കും മൂസേ. അതിന്റെ കൂടെ ഇതും കൂടെ ശരിയാക്കണം. എന്നാ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ എൻ്റെ തുണിയൊന്ന് മാറ്റിക്കാട്ടെ.